ഇതാണ് പൊന്നൻ ചേട്ടൻ. കൊല്ലി എന്ന് പറയുന്ന സംഭവമാണ്. ഇത് മീൻ പിടിക്കുന്ന മീനിനെ ഇതുപോലെ ജീവനോടെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് 4-5 ദിവസമൊക്കെ ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ പൊന്നൻ ചേട്ടൻ ഇവിടെ നിന്ന് കത്തിയൊക്കെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞോട്ടെ, മറ്റേ ജനാർദ്ദൻ പറയുന്നേ, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. തക്കടുമന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വടുതലയിലെ കുറുങ്കോട്ട ദ്വീപിലാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. വേറെ ആരുമല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പൊന്നൻ ചേട്ടനാണ്. പൊന്നൻ ചേട്ടാ വാ. ഇതാണ് പൊന്നൻ ചേട്ടൻ. ഞങ്ങളുടെ പൊന്നൻ ചേട്ടൻ കൂടാതെ വേറെ ആളുണ്ട്, കൊച്ചിൻ ബോട്ട് റേസിലെ ഒരു അതിഥി സുജിത്ത്. സുജിത്തെ ഒന്ന് വാ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് സുജിത്ത്, കൊച്ചിൻ ബോട്ട് റേസിൽ മറൈൻ ഡ്രൈവിലാണ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും. 3 പേര് പോയി നോക്കട്ടെ, കിട്ടുമെന്ന് അറിയില്ല. രാവിലെ ഒരു 8-9 മണിയായിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഒന്ന് ചേട്ടാ, സുജിത്താണ് ഇത്ര നേരം നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിംഗറാണ്. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഒരു വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ട്. എന്ത് മീനാ ചേട്ടത്? കൂരിയനെയാണ് കുടുങ്ങിയത്. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ. കണ്ടില്ലേ? ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതേ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. പൊന്നൻ ചേട്ടൻ്റെ അടുത്ത ശ്രമമാണ്. ബാലൻസ് ചെയ്തോളാം. ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അതെന്ത് മീനാ ചേട്ടാ? വേളൂരി. നമുക്ക് കടലിലൊക്കെ കിട്ടുന്നല്ലേ? ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലം ഇതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്ര നേരം ചെറിയ പേടി ഉണ്ടായില്ല. പേടി വന്നിട്ട് 4 പേരുടെ താഴ്ച. ഓ, ചെറിയൊരു പ്രാഞ്ഞിലെല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രാഞ്ഞിൽ 2.5 കിലോന്റെ കട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്. 2.5 കിലോന്റെ എത്ര നീളം ഉണ്ടാവും. വലയിൽ വീഴുമ്പോ തന്നെ വലയിൽ ഇടിക്കാൻ തുടങ്ങും. വെള്ളം അറിയാൻ പറ്റും. നമുക്ക് വലയിൽ വീഴുമ്പോ തന്നെ അറിയാൻ പറ്റും. ചെമ്പല്ലിയൊക്കെ കൂടുതലും വലയിൽ വീണ അപ്പൊ തന്നെ അറിയാൻ പറ്റും. വെള്ളത്തിന് താഴെ വെച്ച് തന്നെ ഇടിക്കുമ്പോഴത്തേക്കും ഈ ചരടിൽ കൂടി നമുക്ക് അറിയാൻ പറ്റും. ചരടിൽ അറിയാൻ പറ്റും. നമുക്ക് വല പിടിക്കണ്ട, ചരടിൽ അറിയാൻ പറ്റും. ഈ കടലിലെ മീൻ ഏതെങ്കിലും ഇതിന്റെ അകത്ത് കയറി വന്നിട്ടുണ്ടോ? കടലിലെ മീനൊന്നും ഇങ്ങോട്ട് കയറി വരില്ല. പുഴയിൽ നിൽക്കില്ല. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകും. കടലിലേക്ക് ഇങ്ങനെ തിങ്ങിക്കുമ്പോ ഒരു തവണ ചാള വന്നിട്ടുണ്ട്. അത് വർഷങ്ങളോളമായി, ഏകദേശം ഒരു 10 വർഷത്തിന് മേലായിട്ട് ചാള. അതിങ്ങനെ കുറെ വന്നിട്ട് ഇങ്ങനെ പെയ്ത് വന്നിട്ട് കരപ്പയിലോട്ടൊക്കെ ചാടി വീണത് ചാള. അത് ഒരുപാട് തിങ്ങി കഴിയുമ്പോ ചാള. ഒരുപാട് ചാള വന്ന ആൾക്കാര് പൊക്കത്ത് നിന്ന് വെള്ളം പെറുക്കിയെടുത്ത് ചാള കരപ്പയിലോട്ടൊക്കെ ചാടി വീണു. അതായത് ചാള വന്ന് ഈ പുഴയിൽ നിറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കരയിലേക്ക് വന്നു. അപ്പൊ ആൾക്കാരൊക്കെ പെറുക്കിയെടുത്താണ് പൊന്നൻ പറയുന്നത്. വെള്ളത്തിൽ ഇറങ്ങേണ്ട വന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട വന്നില്ല. വലയും ഒന്നിന്റെ ആവശ്യമില്ല. ചട്ടി മാത്രം എടുത്തുകൊണ്ട് അതിലേക്ക് ഇട്ട് നമ്മൾ കൊണ്ടുപോയാൽ മതി. പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. പേരെന്താ? നച്ചറ. ഇതിന് പുറത്തേക്ക് വിട്ടേക്കട്ടെ. ചെറുതിനെ പുറത്തേക്ക് വിടുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ വലയിൽ കുടുങ്ങും. ദേ പോകുന്ന കണ്ടില്ലേ? ആഹാ, എന്തൊരു സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. നമ്മൾ അടുത്ത് തന്നെ രക്ഷിക്കുകയാണ്. പിന്നെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. കണ്ടില്ലേ? പോകാണ്ടില്ലേ? അത് നേരെ താഴത്തേക്ക് പോയി. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരാളെയും കൂടി രക്ഷിക്കാം. ദേ പോകുന്നു. ജീവനം കൊണ്ടുപോവുകയാണ്. വലിയൊരു പൂരി വന്നിട്ടുണ്ട്. മത്സ്യബന്ധനം കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എല്ലാം പുറത്ത് ഉള്ള ആൾക്കാരാണ്, ഇവിടെ ഉള്ള ആൾക്കാരല്ല. നമുക്ക് പാകം ചെയ്യാനുള്ള മീനായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഞ്ചി കരക്കടുപ്പിച്ച് പൊന്നൻചേട്ടത് ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കരയിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് മീനെ കിട്ടിയുള്ളൂ, ഒരു 6 മീനെ കിട്ടിയിട്ടുണ്ട്. പൊന്നൻചേട്ടൻ അതിനെ കറി വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നൻചേട്ടൻ ഇതിനൊക്കെ ബക്കറ്റിലേക്ക് എടുത്തിടുകയാണ്.
നേരത്തെ പൊന്നഞ്ചേട്ടൻ്റെ അനിയൻ പിടിച്ചു വെച്ചിരിക്കുന്ന മീനിനെ കാണിച്ചിടാന്ന് പറഞ്ഞ് സുജിത്താണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഈ വള്ളത്തിൻ്റെ അകത്താണോ? ചവിട്ടാലോ നീങ്ങത്തില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെന്താ പേര് പറയാ ഈ കൂട്ടിന്? അല്ല കൂട്ടിന് ഇത് കൊല്ലി. കൊല്ലി എന്ന് പറയുന്ന സംഭവമാണ്. ഇത് മീൻ പിടിക്കുന്ന മീനിനെ ഇതുപോലെ ജീവനോടെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് 4-5 ദിവസമൊക്കെ ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി പോക്കാവും കിടക്കുന്നു. എന്താ ഇത്രയും മീനിനെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ദിവസം പിടിച്ചാണോ? ഒറ്റ ദിവസം പിടിച്ചാണ്. ഇത് കരിമീനുണ്ട് അല്ലേ? ഫിലോപ്പിയും കരിമീനുമാണ് ഉള്ളത്. മതി. ഇടയിൽ പൊന്നഞ്ചേട്ടൻ ഇത് വഞ്ചി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നഞ്ചേട്ടൻ കുളിച്ചിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒരു 10 മിനിറ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് മീനിനെ പാകം ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ആൾ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പം തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറുങ്കൂട്ട ദ്വീപിൻ്റെ. ഈ ദ്വീപിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ദ്വീപിൽ ഇപ്പോൾ പുഴയോട് ചേർന്നിട്ടായതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വെള്ളം കയറുമോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ ഇവിടെ വെള്ളം കയറത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റവും വേലിയിറക്കവും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചില സമയത്ത്, ചില സീസണിൽ, ചില വർഷങ്ങളിൽ, ഈ വർഷത്തിൽ 1-2 ദിവസങ്ങളിലും വേലിയേറ്റത്തിന് ഭയങ്കരമായിട്ട് ശക്തി ഉണ്ടാവും. ആ സമയത്ത് വീടുകളിൽ അകത്തോട്ടൊന്നും കയറിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു മാസം മുന്നേ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല. പകരം വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം എത്തിയായിരുന്നു. അതും രാത്രിയായിരുന്നു. ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണ്. രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് മുറ്റത്തും അതുപോലെ തന്നെ വരാന്തയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയം മാത്രമേ നിൽക്കുള്ളൂ, 1 മണിക്കൂറോളം നിൽക്കുള്ളൂ. അപ്പോഴത്തേക്കും അത് വെള്ളം പോയായിരുന്നു. 50-55 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ കുറുങ്കൂട്ട ദ്വീപിൽ ഒരു കടയേ ഉള്ളൂ. അപ്പം ബാക്കി എല്ലാവരും എല്ലാ സാധനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ടാണ്, വടുതലയിലേക്കാണ്. വടുതലയിലേക്ക് ഇവിടുന്ന് സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും പ്രത്യേകം വഞ്ചികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ദ്വീപാണെങ്കിലും ഒരു തുരുത്താണെങ്കിലും ഈ തുരുത്തിൽ റോഡുകളും ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുകരയായിട്ട് ഈ കരയെ യോജിപ്പിക്കുന്ന പാലങ്ങളില്ലാത്തതാണ് മെയിൻ കാരണം. അതുകൊണ്ടിവിടെ ഇപ്പുറത്തേക്ക് ഈ കരയിലേക്ക് എത്താൻ വഞ്ചി മാത്രമേ ഉള്ളൂ ആളുകൾക്ക്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന മീനിനെ പൊന്നഞ്ചേട്ടൻ്റെ അനിയനാണ്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ജോഷി ചേട്ടനാണ്. അപ്പോൾ അതിനെ ആർക്കോ കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് അതിനെ കരയിലോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ ഇന്നത്തോടു കൂടി തീരുകയാണ്. ഇതിലിപ്പോൾ എന്താ എടുക്കാൻ പോകുന്നത് ചേട്ടാ? ഫിലോപ്പിയാണ് ഇതിൻ്റെ അകത്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. കയ്യിൽ നിന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ പോയി. നമ്മുടെ പൊന്നഞ്ചേട്ടൻ ഇവിടെ നിന്ന് കത്തിയൊക്കെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ കൂരിയാണ് വെട്ടുന്നത്. കത്രി കൊണ്ടാണ് പൊന്നഞ്ചേട്ടൻ വെട്ടുന്നത്. പൊന്നഞ്ചേട്ടൻ ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ടാണ്. വളരെ പെട്ടെന്നാണ്. തൊട്ടിപ്പുറത്ത് തൂക്കാൻ വച്ചിരിക്കുന്ന മീൻ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 എണ്ണം കൂടുമ്പോഴത്തേക്കും 1 കിലോൻ്റെ മേളുണ്ട്. ഇതേ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എത്ര മണിക്കൂർ വെള്ളത്തിൽ കരപ്പേക്ക് കിടന്നാലും ചാപ്പാനാണ്. ഇവനെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കണം. അതിലൊരു അപകടകാരിയാണ് ഇവൻ. ഇവന്റെ മുള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ ചത്താലും കുത്തുന്ന സാധനം എന്ന് അറിയപ്പെടുന്നു. ചത്താലും കുത്തുന്ന സാധനം ഇത് കൊണ്ടു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു 3-4 മണിക്കൂറത്തേക്ക് നിൽക്കാൻ പറ്റില്ല. അറ്റാക്ക് അതുപോലുള്ള അവസ്ഥയൊക്കെയാണെങ്കിൽ അറ്റാക്ക് വരാനുള്ള സാധ്യതകളൊക്കെ കൂടും. കാരണം വെച്ചാൽ വേദന കൂടും. വേദന നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എത്തും. നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇതാണോ മുള്ളെന്ന് പറയുന്നത്? ഇതാണ് മുള്ള്. ഇതിന്റെ മുള്ള് ഇപ്പൊ നമ്മൾ പുറമേന്ന് വെട്ടി ഇതാണെങ്കിലും ഈ മുള്ളും ആണ്. ഇത് കുഴപ്പമില്ല, ഈ വാല് കുഴപ്പമില്ല. ബാക്കിയുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതും ഇവിടെ ഉള്ള മുള്ളും ഇത് ഏതെങ്കിലും കൊണ്ടാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കണ്ടോ, ബാക്കി എല്ലാ മീനങ്ങും ചത്തെങ്കിലും ഈ മീൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കണ്ടില്ലേ, എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചാടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സാധനം മതി മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ. സ്റ്റീലിൻ്റെ സ്ക്രബ് എടുക്കണം എന്നാണ് പറയുന്നത്. അത് ഇതിൻ്റെ ദശയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, അത് ഇതായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞത്.
നമ്മൾ പൊളിച്ചെടുത്തിട്ട് 2 വശം പൊളിച്ചെടുക്കും. 2 വശം പൊളിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈച്ചകളവിടെ നിന്ന് നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ വലിച്ച് കളയും. മീനിന്റെ മേളിൽ വരെ വെള്ളം നിൽക്കണം അല്ലേ? മുങ്ങി വെക്കണം. നമ്മൾ ഇതിനകത്തെല്ലാം പുളി നമ്മളൊരു 4-5 ചോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ലത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് നമുക്ക് ടേസ്റ്റ് ആവും. നമ്മളത് ഒരു 4-5 ചോള എടുത്തിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. കാരണം വെച്ചാൽ മണ്ണുണ്ടാകാൻ സാധ്യതയുണ്ട് പുളിയിലെപ്പോഴും. അപ്പോൾ നമ്മളെപ്പോഴും പുളി നമ്മൾ കഴുകിയിട്ട് നമ്മൾ ചെറിയ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ സാധാരണ കറി വെക്കുന്നത് വെച്ചാൽ പുളി കട്ട് ചെയ്യില്ല, പുളി അങ്ങനെ തന്നെ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റാണ്, പെട്ടെന്ന് ടേസ്റ്റ് പിടിക്കും, പുളി പിടിക്കും. അപ്പോൾ നമ്മൾ ഒരു മീനിപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ 1 കിലോ കൂരിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ചോള 5 ചോള നമ്മൾ പുളി എടുത്തിടുക. മുളക് പൊടിയുള്ള അളവോട്ട് നമ്മൾ പച്ചമുളക് ഒരു 4 എണ്ണം പൊളിച്ച് ഇട്ട് കൊടുത്ത് ഉപ്പ് ആവശ്യത്തിന് ഞാൻ കുടഞ്ഞാണ് ഇടുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും ഉപ്പൊന്നും കുടഞ്ഞു തരുത്, ഞാൻ കുടഞ്ഞാണ് ഇടുന്നത്. കറി വെച്ച് ശീലമുള്ളതിനാൽ ഞാൻ ഉപ്പ് കുടഞ്ഞ ഇടാറുള്ളൂ. ആൾക്കറിയാം അതിൻ്റെ ഒരു അളവ്, അതുകൊണ്ട് ആൾ കുടഞ്ഞിട്ടത്. മഞ്ഞപ്പൊടിയുടെ ഒക്കെ അളവ് എങ്ങനെയാ? മഞ്ഞപ്പൊടി നമുക്കൊന്ന് കളറ് കിട്ടണം. മീനെ വന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കല്ലെങ്കിൽ പെട്ടെന്ന് കളറ് പിടിക്കില്ല. മഞ്ഞപ്പൊടി എപ്പോഴും ഇടുന്നത് ആദ്യം ഇടുന്നത് എപ്പോഴും മീൻ കറി വെക്കുമ്പോഴത്തേക്കും മീൻ പറ്റിക്കാൻ നേരത്തെ എപ്പോഴും മഞ്ഞപ്പൊടി ഇടണം. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടെങ്കിൽ അപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതായത് മഞ്ഞപ്പൊടി പിടിക്കും പെട്ടെന്ന്. മഞ്ഞപ്പൊടിക്ക് കളറ് മാറി കിട്ടും പെട്ടെന്ന് കിട്ടില്ല, അല്ലെങ്കിൽ വെളുത്ത കളറായിട്ട് തന്നെ നമുക്ക് ആ കളറ് മാറി പെട്ടെന്ന് മുളക് പൊടി പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കളറാവും. ഇത് തിളക്കണം. തിളച്ച് നമ്മൾ മൂടി വെച്ചിട്ട് തിളപ്പിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പുള്ളിയെല്ലാം താളിക്കാനുള്ള വെള്ളം വറ്റണം. അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും പുളി പിടിക്കും. ഒരു 3-4 മണിക്കൂർ ഇരിക്കണം ശരിക്കും ഇത് പുളി പിടിക്കാനായിട്ട്. നമ്മൾ വറ്റിച്ചതിന് ശേഷം നമ്മളൊരു 3-4 മണിക്കൂർ നമ്മൾ മൂടി വെക്കും. ശരിക്കും നമ്മൾ വലിയ മീനൊക്കെ കറി വെക്കുന്ന തലേദിവസം കറി വെച്ചിട്ട് നമ്മൾ വറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാറാണ് പതിവ്. അപ്പോഴേ പുളി പിടിക്കുള്ളൂ. എന്നാൽ പോലെ തന്നെ കൂരി നമ്മൾ വറ്റിച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളത് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അടുത്ത സാധനം നമ്മൾ ഉള്ളി കട്ട് ചെയ്യണം. ഉള്ളി ആവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിടി ഉള്ളി, ഒരു പിടി ഒരു ഇത്തിരി കൂടുതൽ, ഇതെല്ലാം നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കും. വെച്ചിട്ട് അരിയുന്ന സ്റ്റൈൽ കണ്ടാൽ തന്നെ അറിയാം, എക്സ്പീരിയൻസ്ഡ് മാനാണ്. ഇഞ്ചി ഒരു 6-7 ചുവ, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ഇത് അരച്ച് ചേർക്കുന്നതായിട്ട് ടേസ്റ്റ് കൂടുതൽ. നമ്മളിപ്പോൾ ഇതിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. കഴിയുന്നത് നമ്മളിതെടുത്തിട്ട് അരച്ച് ചേർക്കണം. വേപ്പിലെല്ലാം എടുത്ത് ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിപ്പോൾ താളിച്ചെടുക്കാവുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം മാറ്റി വെക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് വറ്റണം അല്ലേ? ഇത് മൂടി വെച്ചിട്ട് നമ്മളത് വെള്ളം വറ്റിക്കുക. വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിന് പുളി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് പുളി പിടിക്കും. പുളി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും വെള്ളം വെച്ച് വറ്റിക്കുന്നത്. അങ്ങനെ പുളി പിടിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ആവുള്ളൂ. ഈ മീനൊക്കെ കൂരി എന്ന് പറയുന്ന സാധനം എപ്പോഴും പുളിയിട്ട് കറി വെക്കാൻ പാടില്ല. പുളിയിട്ട് കറി വെക്കുമ്പോൾ ടേസ്റ്റ് ആവുള്ളൂ. അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. പൊന്നച്ചേട്ടൻ ഫിഷ് കറി ഉണ്ടാക്കുന്ന കണ്ടിട്ട് 2 പേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വാ, കാണാൻ വേണ്ടി വന്ന ആൾക്കാരെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, 2 കുരുന്നു മക്കളാണ്. എൻ്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ കൂടെ. ഇത് ജിഷ്ണു ആണ്. പേരെന്താ? അമൽ. ജിഷ്ണു, അമൽ 2 പേര് വന്നിട്ടുണ്ട്. ഇവരെന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ അല്ലേ? ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. എന്താ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് എന്തോ പാത്രം വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ? അത് കപ്പയാണ്. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി കപ്പ വെച്ചിട്ടുണ്ട്. അതൊരു സൈഡിലൂടെ നടന്നോളൂ. അപ്പൊ ഇനിയിപ്പോ ഇത് താളിക്കാൻ പോവാന്നാ പറഞ്ഞത്. ഇഞ്ചിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, ഇതെല്ലാം നമ്മളിപ്പോ ചെയ്യാൻ വേണം. നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ വെക്കാൻ വേണം. അപ്പൊ ഇതിനെ കൊണ്ട് മാറ്റി വെച്ചു. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ ചട്ടി വെച്ചു. തീ കത്തിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് കോക്കനട്ട് ഓയിലല്ലേ ചേട്ടാ? കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ കൂടുതലൊന്ന് ഫിഷ് അതുപോലെയൊക്കെ സാധനം റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഉള്ളി അതിനകത്തേക്ക് ഇടാൻ പോകുന്നു. ഉള്ളി നമ്മൾ വഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കും. ഇഞ്ചിയാണ് ഇട്ടത്. വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നതിന് ടേസ്റ്റ് ഇഞ്ചിയൊക്കെ. ഇപ്പോൾ പാചകം ചെയ്യാനായിട്ട് നമ്മളിത് അരച്ചിട്ടൊന്നുമില്ല. ഉള്ളി വാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത്
ഒരു അരിപ്പക്കൈ വെച്ച് കോരി വെച്ചാൽ എണ്ണ നമ്മൾ കൂടുതൽ പാഴാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു അരിപ്പക്കൈ വെച്ച് കോരി മാറ്റണം. അരിപ്പ വെച്ചിട്ടാണ് മാറ്റുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നത്, അല്പം മഞ്ഞപ്പൊടി. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് കൂരി നമ്മൾ വറ്റിച്ച് വെച്ചത്, എങ്കിലും നമ്മൾ അതിനകത്ത് അല്പം കൂടി മഞ്ഞപ്പൊടി നമ്മൾ ചേർക്കണേ. അല്പം കൂടി മഞ്ഞപ്പൊടി അതിനകത്ത് നമ്മൾ ചേർക്കണേ. മുളക് പൊടി 2 സ്പൂൺ തന്നെ നമ്മൾ ഇടുന്നത്. 2 സ്പൂൺ നമ്മൾ ഇടാം. ഇത്തിരി കളർ കിട്ടണം നമുക്ക്. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് അല്പം എരിവും കളറും കിട്ടണം. നമ്മൾ ഒരു 2 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കും. നമ്മളതൊരു മൊരിയുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ മാറ്റിയിട്ട് ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കും. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് അത് താളിച്ചു കൊടുക്കാണ്. ആഹാ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കറിവേപ്പില ഇടുകയാണ്. ലാസ്റ്റ് നമ്മൾ വാട്ടാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ കരി പോലെ ഇട്ടു. നമ്മൾ കാറ് ഇറക്കുമ്പോഴേ ഇടാറ് പതിവ്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ടപ്പോൾ തന്നെ നല്ല ഗ്ലാമറായി വന്നിട്ടുണ്ട് കറി. അപ്പം മീൻ ഇവിടെ ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിന് കൂട്ടി കഴിക്കാൻ നമ്മൾ പൊന്നഞ്ചേട്ടൻ കപ്പ റെഡിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ ആയോ ചേട്ടാ? എന്തായ അവസ്ഥ? കപ്പയുടെ ഇത്തിരി കൂടി വേവാണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊന്നഞ്ചേട്ടൻ എൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തന്നേക്ക് നോക്കാം. കൈ പൊള്ളിക്കരുത് പറഞ്ഞ ആൾക്കിതൊക്കെ ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കൈയൊക്കെ ഒന്നും പണിയെടുക്കാത്ത കൈ ആയതുകൊണ്ട് പേടിയുണ്ട്. എന്നാലും തന്നേക്ക് കുറച്ച് മതി. വളരെ സിമ്പിൾ ആൻഡ് ഹംപിളായി മതി. ഒരു രക്ഷയില്ല. എരിവും 2 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആവും. ആ ഇഞ്ചിയുടെ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അപ്പോൾ ആ ഒരു സംഭവം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഐസ് ചെയ്യാത്തൊരു മീനാണ്. ഐസ് ചെയ്യാത്തൊരു നമുക്കിപ്പോ ടേസ്റ്റും കൂടെ. ഈ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞൂടെ, മറ്റേ ജനാർദ്ദൻ പറയുന്നത്, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. നമ്മള് പൊന്നഞ്ചേട്ടനാണ് സെർവ് ചെയ്യാന്ന് പറഞ്ഞത്. പൊന്നഞ്ചേട്ടൻ തന്നെ സെർവ് ചെയ്യും. ഉണ്ടാക്കിയ ആൾ തന്നെ സെർവ് ചെയ്യുന്നല്ല എൻ്റെ ഒരു സുഖം. അപ്പോൾ ആള് സെർവ് ചെയ്യുന്നുണ്ട്. പൊന്നഞ്ചേട്ടാ വാ. ജിഷ്ണും അമലുമാണ് നമ്മളോട് കഴിക്കാൻ വേണ്ടിയുണ്ട്. വാ, രണ്ടുപേരും വാ. അടിപൊളിയാണോ? ആണോ? ഇഷ്ടപ്പെട്ടാ? ആണോ? എങ്ങനെയുണ്ട്? ആണോ? അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം സുഹിത്ത് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു 2 പേര്, ആള് ഭയങ്കര ഗായകനാണ്. അപ്പോൾ 2 പേര് പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹിത്തേ വാ. ആളിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആൾ എവിടെ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഭയങ്കര പാട്ടുകാരനാണ്. 2 പേര് പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ് നടന്നൊരു കാലത്തന്നോടി നടന്നൊരു പെണ്ണേ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണേ. അങ്ങനെ വളരെ നന്നായിരുന്നു. ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും കാണണം തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം എൻ്റെ കൂടെ പൊന്നഞ്ചേട്ടനുണ്ട്. പൊന്നഞ്ചേട്ടനോട് താങ്ക്സ് പറയാണ്. പൊന്നഞ്ചേട്ടാ താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും കാണണം. ഓക്കെ, അപ്പോൾ എന്നെ വരുമ്പോൾ വിളിക്കുക. തീർച്ചയായും ഞാൻ പറയുന്നില്ല, എന്തിനും ഏതിനും എപ്പോഴും ഏത് സമയത്തും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ.